2026 വർഷഫലം. മകേരി നക്ഷത്രത്തിൻ്റെ പകുതി ഇടവത്തിലും ബാക്കി പകുതി മിഥുനത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഇടവത്തിലെ മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ നല്ലൊരു സമയമാണ്. 11 ശനീശ്വരൻ നിൽക്കുന്നുണ്ട്, 2ാം ഭാവത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശനിയെയും വ്യാഴത്തിനെയാണ് നമ്മൾ കൂടുതൽ ഓരോ വർഷത്തിലും മാറ്റമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ വ്യാഴത്തിന് മാത്രമാണ് ഒരു മാറ്റം വരുന്നത്. വ്യാഴം നമുക്ക് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇടവത്തിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഇത്രയും കൂടി വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. പിന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ജൂൺ മാസമൊക്കെ വരുമ്പോഴേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഈ നാലിൽ കുടുംബപരമായ സ്വത്തുക്കളെ കുറിച്ചുള്ള വല്ല തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലേക്ക് എത്തിച്ചു തരാനായിട്ട് ഇവിടെ ഈ ശനിക്ക് സാധിക്കാവുന്നതാണ്. അപ്പോൾ മകേരി നക്ഷത്രത്തിൽ ഈ ഇടവക്കൂറിലുള്ളവർക്ക് എങ്ങനെയാണെങ്കിൽ, മിഥുനക്കൂറിലുള്ളവർക്കാണെങ്കിൽ ലഗ്നത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ ലഗ്നത്തിലാണ് വ്യാഴം. അത് ആ ചന്ദ്രരാശിയിൽ നിൽക്കുന്ന വ്യാഴമാണ് പിന്നെ 2ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ലഗ്നത്തിനേക്കാളും കൂടുതൽ ഏറ്റവും നല്ല സമയം നമുക്ക് 2ൽ വ്യാഴം വരുമ്പോൾ. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു ഫലം അവർക്ക് ആ മകേരി നക്ഷത്രക്കാർക്ക് കിട്ടും. പിന്നെ കർമ്മത്തിലാണ് ശനി. അപ്പോൾ കർമ്മത്തിൽ ശനി കണ്ടകനായിട്ടാണ് ശനി നിൽക്കുന്നത്. ഈ കണ്ടക ശനിയാണെങ്കിലും ഏഴര ശനിയാണെങ്കിലും എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മളെപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ശനീശ്വരൻ്റെ ഏറ്റവും വലിയ കാര്യം. വർക്ക് നന്നായിട്ട് കൂട്ടിയെടുക്കുക. നമ്മൾ എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രമാത്രം നമുക്ക് ഒരു നല്ല ഒരു റിസൾട്ട് തരാനായിട്ട് ശനിക്ക് സാധിക്കും. അപ്പോൾ അതോടുകൂടി നമുക്കിവിടെ വ്യാഴം 2ൽ നിൽക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പുതിയൊരു ജോലി, പിന്നെ മാർക്കറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ 2ഓ 3ഓ പ്രാവശ്യം പോയിട്ടാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് മടി പിടിക്കാതെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യ തടസ്സങ്ങൾ ഉണ്ടാവും. ഈ ശനി 10ൽ നിൽക്കുമ്പോൾ കർമ്മത്തിൽ തന്നെ പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷെ ആ തടസ്സങ്ങളിലൊന്നും നമ്മൾ പ്രശ്നമാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2ലേക്ക് വ്യാഴം വരുന്നതോടുകൂടി നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ മകേരി നക്ഷത്രത്തിൻ്റെ മിഥുന രാശിക്കാർക്ക് ഒരു ഫലമാണ്, ഇടവൻ രാശിക്കൂറിലുള്ളവർക്ക് വേറൊരു ഫലമാണ് ഈ ഒരു വർഷം കിട്ടുന്നത്. അപ്പോൾ രണ്ട് രാശിയിൽ പെടുന്ന ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം തന്നെ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്.